മഴത്തോട് മുംബൈയിൽ ബാലചന്ദ്രൻ ആ സത്യം മനുവിനോട് പറയുന്നു. അതോടൊപ്പം തന്റെ അച്ഛനെ അലീന നേർക്കുനേർ ഏറ്റുമുട്ടുകയാണ്. കാറ്റത്തെ കിളിക്കൂടിലാവട്ടെ ഒരു അപ്രതീക്ഷിത കല്യാണം നടക്കാൻ പോകുന്നതാണ്. ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്നത്തെ ഒരു വമ്പൻ സീരിയൽ വിശേഷങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം നമുക്ക് മഴത്തോട് മുൻപേൽ എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. അലീനയെ കൊണ്ടയാക്കി ബാലചന്ദ്രൻ വരുന്നതും കാത്ത് ഇരിക്കുകയാണ് മനുവും അതുപോലെ തന്നെ അവിടെയുള്ള ബാക്കിയുള്ളവരും എല്ലാവരും കൂടിയിട്ട് കേട്ടോ. ബാലചന്ദ്രൻ വന്നതും അവർ കാറിലേക്ക് നോക്കുകയാണ്. അലീനയും കൂടി വന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നോക്കുന്നുണ്ട്. എന്നാൽ അലീന വന്നിട്ടില്ല എന്ന് അവർ മനസ്സിലാക്കുകയാണ്. അങ്ങനെ ബാലചന്ദ്രൻ വീടിനുള്ളിലേക്ക് വരികയാണ്. അപ്പോൾ മനുവിനെ കാണുന്നതും ചോദിക്കുന്നുണ്ട്, നീ ഇതുവരെ പോയില്ലേ എന്ന്. ഇല്ല, അങ്കിൾ വന്നിട്ട് പോകാം എന്ന് കരുതി എന്ന് പറയുകയാണ്. അപ്പോൾ ബബിത ചോദിക്കുന്നുണ്ട്, അലീന ചേച്ചിക്ക് വിഷമം ഒന്നുമില്ലേ അവിടെ ആക്കി പോന്നപ്പോൾ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയാണ്, അലീന കരച്ചിലായിരുന്നു ഞാൻ വരുമ്പോൾ എന്നൊക്കെ പറയാണ് കേട്ടോ. അവൾക്ക് പിന്നെ സങ്കടം ഇല്ലാതെ ഇരിക്കുമോ എന്ന് പറയാണ്. അപ്പോൾ ബബിത പറയാണ്, എന്നാൽ ആ കാറിൽ കയറ്റിക്കൊണ്ടുവരാനില്ലേ അലീന ചേച്ചി എന്ന് പറഞ്ഞിട്ട് ബബിത കരഞ്ഞുകൊണ്ട് റൂമിലേക്ക് പോവാണ്. പിന്നീട് അങ്ങനെ ബാലചന്ദ്രനും അങ്ങനെ റൂമിലേക്ക് കയറാണ്. മനുവിനെ നോക്കുന്നുണ്ട് കേട്ടോ ബാലചന്ദ്രൻ അതിനിടയിൽ. അങ്ങനെ മനു ബാലചന്ദ്രന്റെ റൂമിൽ കയറി ഇരിക്കുകയാണ്. അങ്ങനെ ബാത്റൂമിൽ നിന്ന് ഇറങ്ങുന്ന ബാലചന്ദ്രൻ മനുവിനെ കാണാണ്. നീ എന്നെ നോക്കി ഇരിക്കുകയാണോ എന്ന് ചോദിക്കുകയാണ്. അല്ല, അലീനയുടെ കുടുംബക്കാരുടെ അടുത്ത് ആക്കാന്നല്ലേ പറഞ്ഞത്, ആരാണ് കുടുംബക്കാരെന്ന് മനു ചോദിക്കുകയാണ്. അപ്പോൾ തന്നെ ബാലചന്ദ്രൻ പറയാണ്, നിന്നോടൊന്നും ഞാൻ മറച്ചു വെക്കുന്നില്ല, അത് അലീനയുടെ അച്ഛനാണ് അതെന്ന് മനുവിനോട് പറയാൻ കേട്ടോ. നിന്നോട് പറയാൻ എനിക്ക് വിശ്വാസമാണെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ മനുവിനോട് ആ സത്യം പറയാണ് ബാലചന്ദ്രൻ. അപ്പം മനു ചോദിക്കുകയാണ്, അച്ഛനോ? അതെ, ആന്ധ്രയിൽ വൈജയുടെ കൂടെ അയാൾ അവിടെ ക്യാപ്റ്റൻ ആയിരുന്നു. അപ്പോഴാണ് അവർ തമ്മിൽ ഇഷ്ടത്തിലായത് എന്നുള്ള കാര്യങ്ങളൊക്കെ ബാലചന്ദ്രൻ പറയാണ്. അപ്പോൾ അയാളൊരു ക്രിസ്ത്യൻ ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവളെ അച്ഛൻ്റെ അടുത്ത് ആക്കിയതെന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞ് മനു അവിടുന്ന് വേഗം തന്നെ ഇറങ്ങുകയാണ്. പിന്നീട് കാണിക്കുന്നത് അലീനയും അച്ഛനും തമ്മിലുള്ള കോൺവെർസേഷൻസ് ആണ്. അലീന ആ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവൾക്കൊന്നും അറിയുന്നില്ല, ഉറങ്ങണോ അതോ ഭക്ഷണം കഴിക്കണോ ഉണ്ടാക്കണോ ഒന്നും അറിയുന്നില്ല. അങ്ങനെ അലീന സ്റ്റാലിൻ ജോസഫിൻ്റെ റൂമിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നപ്പോഴാണെങ്കിലോ ആകെ പുകമയാണ് റൂമിനുള്ളിലൊക്കെ കേട്ടോ. മദ്യപിച്ചിരിക്കുകയാണ്. കൂടെ 2 നായകളൊക്കെ ഉണ്ട് സ്റ്റാലിൻ ജോസഫിൻ്റെ കൂടെ. അതെല്ലാം കണ്ട ആ റൂമിലേക്ക് കയറാതെ അലീന തിരിച്ച് അവളുടെ റൂമിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. ഇതിനിടയിൽ ആൻ്റപ്പൻ നായകളെല്ലാം കൂട്ടിലാക്കുന്നുണ്ട്. അതിലൊരു നായയെ കാണുന്നില്ല. അത് അലീനയുടെ റൂമിലെ കട്ടിനടിയിലായിരുന്നു കേട്ടോ. അങ്ങനെ അലീന വിളിക്കുമ്പോൾ അത് വരുന്നൊക്കെ ഉണ്ട്, അലീനയുമായിട്ട് ഇണങ്ങുന്നൊക്കെ ഉണ്ട്. അപ്പോൾ കുഞ്ഞ് നിനക്കിത് പേടിയില്ലേന്ന് ചോദിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ആൻ്റപ്പൻ. അങ്ങനെ സ്റ്റാലിനും അതെ റൂമിൽ നിന്ന് പോകുമ്പോൾ അലീനയെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അലീന വിളി കേൾക്കുന്നൊന്നുമില്ല. അങ്ങനെ സ്റ്റാലിൻ എന്താ അലീന റൂമിലേക്ക് വരികയാണ്. നിനക്ക് ഇവിടേക്ക് ഇഷ്ടമായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, എനിക്ക് ഇഷ്ടമായില്ല എന്നൊക്കെ പറയുകയാണ് അലീന. അതെന്താ ചോദിക്കുമ്പോൾ ഒന്നും പറയുന്നില്ല കേട്ടോ അലീന. നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അലീനെ വിളിക്കുകയാണ് സ്റ്റാൻലി. അങ്ങനെ നടന്നു പോവാണ് സ്റ്റാൻലി. പക്ഷെ അലീന പിന്നാലെ പോകുന്നില്ല കേട്ടോ. അപ്പോൾ സ്റ്റാൻലി നോക്കുന്നുണ്ട്. അപ്പോൾ അലീന പറയാണ്, എനിക്ക് ടൈം ആവുന്നില്ല, ഞാൻ അവിടെ 9:30-ക്കൊക്കെയാണ് ഭക്ഷണം കഴിക്കാറ്. ഇവിടെ ഇപ്പോൾ പെട്ടെന്ന് ഒരു 8 മണിയാകുമ്പോൾ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞാൽ എങ്ങനെ നടക്കാന്നൊക്കെ പറയാണ്. എന്നാൽ ശരി, നിന്റെ സമയമാകുമ്പോൾ ഞാൻ വരാമെന്ന് പറയാണ്. അപ്പോൾ സ്റ്റാൻലി, അത് വേണ്ട, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം എന്നെ മാറ്റിക്കോളാന്ന് പറയാണ്. അങ്ങനെ അവർ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. അവിടെയാണെങ്കിൽ കുറേ ടേബിൾ മാനേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഭയങ്കര ചിട്ടിങ് കാര്യങ്ങളാണ് സ്റ്റാൻലിൻ ജോസഫിന്. അങ്ങനെ അവിടെ ഫോർക്ക് കൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നത്, സ്പൂണൊക്കെ ഉപയോഗിച്ചാണ്. അങ്ങനെ അവർ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ അലീനയ്ക്ക് സ്പൂണും ഇതൊന്നും ഉപയോഗിച്ച് കഴിക്കാൻ വയ്ക്കുന്നില്ല. പാത്രത്തിൻ്റെ മേലെ സൗണ്ടൊക്കെ ഉണ്ടാവുകയാണ്. അപ്പോൾ സ്റ്റാൻലി ഇങ്ങനെ നോക്കുകയാണ് സൗണ്ടൊക്കെ കേട്ടിട്ട്. അയാൾക്ക് അതൊന്നും ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അലീന പെറുപെറുക്കാണ്, അല്ല ഇതെന്താ സ്പോഞ്ചൊന്നും അല്ലല്ലോ, സ്പൂണും പ്ലേറ്റും അല്ലേ, അതുമ്പോൾ തൊടുമ്പോൾ സൗണ്ടൊക്കെ ഉണ്ടാവും എന്ന് പറയാണ് അലീന. അങ്ങനെ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ഫോർക്ക് കൊണ്ട് ചിക്കൻ കുത്തുമ്പോൾ ചിക്കൻ തെറിച്ച് വീഴാണ് സ്റ്റാലിൻ്റെ അടുത്തേക്ക്. അത് കൈകൊണ്ട് എടുക്കുകയാണ്. അലീന കഴിക്കാൻ നോക്കുമ്പോൾ സ്റ്റാലിൻ പറയാണ്, അത് കഴിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുത്തുകയാണ്. എന്നാൽ അലീന അതെടുത്തിട്ട് വായിലിട്ടിട്ട് ചവയ്ക്കുകയാണ് കേട്ടോ. നിനക്ക് പറഞ്ഞ അനുസരണ ഇല്ലേന്ന് ചോദിക്കുകയാണ് ആര് സ്റ്റാലിൻ ചോദിക്കുകയാണ്. അലീന പറയാണ്, ഒരു 7 വയസ്സാകുമ്പോൾ ഇതേപോലെ ഒരു കഷ്ണം മണലിൽ വീണത് ഞാൻ എടുത്ത് കഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കേട് വന്ന ബിരിയാണി കഴിക്കേണ്ട അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊന്നും എനിക്ക് കളയാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ അലീന പറയാണ്. അങ്ങനെ പിന്നെ അത് ഒന്നും നാശാക്കരുതെന്നാണ് പഠിപ്പിച്ചത് എന്നൊക്കെ പറയാണ് കേട്ടോ ഓർഫനേജിൽ നിന്ന്. അങ്ങനെ അപ്പോൾ പെട്ടെന്ന് സ്റ്റാലിൻ പറയാണ്, സ്റ്റോപ്പ് എന്ന് പറയാണ്. ഭക്ഷണം കഴിച്ചിട്ടാവാം എന്താ പറച്ചൽ എന്ന് പറഞ്ഞിട്ട് സ്റ്റാൻലി അവിടെ നിർത്തുകയാണ്. അപ്പോൾ അലീന ഭക്ഷണം കഴിച്ച് റൂമിലേക്ക് പോവുകയാണ്. പിന്നെ അതിൽ കോൾ വന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ട് അലീന. കൃഷ്ണമോൾ ആരെങ്കിലും വിളിച്ചോ എന്നൊക്കെ. അപ്പോൾ ആരും വിളിച്ച് കാണുന്നില്ല. അപ്പോഴേക്കും ആൻ്റപ്പം വരികയാണ്. സ്റ്റാൻലി സാർ വിളിക്കുന്നുണ്ട് പറയുകയാണ്. അങ്ങനെ അലീന ചെല്ലുകയാണ്. അങ്ങനെ ചെന്നപ്പോൾ ഇനി എന്താ വെച്ചാൽ പറയാമെന്ന് പറയാണ് സ്റ്റാൻലി. അപ്പോഴേക്കും അലീനയുടെ ഫോണിലേക്ക് കോൾ വരികയാണ്. രോഹിത്താണ് വിളിക്കുന്നത്. അപ്പോൾ എല്ലാവരും കൂടി വിളിക്കുമ്പോൾ അലീന ചേച്ചി സുഖമല്ലേന്ന് ചോദിക്കുകയാണ്. അലീന ചേച്ചിയെ കാണാൻ തോന്നുന്നുണ്ട്, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വരണം എന്ന് പറയണം. അപ്പോൾ അലീന പറയാണ്, ഇവിടെ പട്ടാളച്ചിട്ടയാണ്, ഒരാഴ്ച പോയിട്ട് ഒരു കൊല്ലത്തിലൊരിക്കൽ ലീവ് കിട്ടുമോ എന്നറിയില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ വെച്ച് നിൽക്കുകയാണ് കേട്ടോ. ഭാഗമാണ്, അപ്പോൾ ആരും മിസ് ചെയ്യരുത്. കാറ്റത്തെ കിളിക്കൂടലാവട്ടെ സുനന്ദ ചാന്ദ്രനെയും സുഭാഷിനെയും കല്യാണം ആലോചിച്ച് നിൽക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസമാണ് കേട്ടോ. അവരെല്ലാവരും അമ്പലത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ സുനന്ദ നിന്ന് പൂജയ്ക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ലളിതയും ഉണ്ട് അവിടെ. അങ്ങനെ സുധീഷും നിധിയും എല്ലാവരും കൂടി ക്ഷേത്രത്തിലേക്ക് എത്താണ്. അങ്ങനെ നിധിയോട് ചോദിക്കുകയാണ്, ലളിത നീ എന്താടി പൂജ ചെയ്യുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നിധി പറയാണ്, ഇല്ല എന്ന് പറയുകയാണ്. അതെനിക്ക് ആദ്യമേ അറിയാമായിരുന്നു, നിന്നെ കൊണ്ടൊന്നും അത് നടക്കില്ല എന്ന് പറയുകയാണ്. നല്ലൊരു കഠിനമായ പൂജയല്ലേ, അപ്പോൾ അതൊന്നും നടക്കില്ല എന്ന് പറയുകയാണ്. അങ്ങനെ സുധീഷ് ലളിതയ്ക്ക് നല്ലൊരു മറുപടിയും കൊടുത്തിട്ട് നിധിയെയും ബാക്കിയുള്ളവരെയും വിളിച്ചിട്ട് അപ്പുറത്തേക്ക് പോകാണ് കേട്ടോ.
ഇതിനിടയിലാണ് അഖില് അവിടെ ക്ഷേത്രത്തിൽ, അവരുടെ നാട്ടിലെ ക്ഷേത്രത്തിൽ നീതുമായിട്ടുള്ള കല്യാണം തൻ്റെ ഒരു ഫ്രണ്ടിനെ കൊണ്ട് നടത്താൻ ശ്രമിക്കുകയാണ്. നീതു ഇതൊന്നും അറിയുന്നില്ല. അവളുടെ അച്ഛനും അമ്മേനൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയൊക്കെയാണ് അഖില് ചെയ്യുന്നത് കേട്ടോ. അവളെ കൊണ്ട് ക്ഷേത്രത്തിൽ വരണം എന്നൊക്കെ പറയുകയാണ് അഖില്. സീതയും ചന്ദ്രനും കൂടി അവളെ ക്ഷേത്രത്തിലേക്ക് സാരി കുടിപ്പിച്ച് കൊണ്ടുപോവാണ്. അതും കാണിക്കുന്നുണ്ട് ഇതിനിടയിലൂടെ. ഇവിടെ ക്ഷേത്രത്തിലാണെങ്കിലോ നിധിയോട് എല്ലാവരും പറയുന്നുണ്ട് മോളിത് ചെയ്യേണ്ടെന്നൊക്കെ പറയുകയാണ്. സുഭാഷ് സുധീഷും പറയുന്നുണ്ട്. എന്നാൽ നിധി അത് കേൾക്കുന്നില്ല. അപ്പോൾ സുധീഷ് പറയുകയാണ് എന്നാൽ നിധി ചെയ്യട്ടെ, നിധി അത് ചെയ്യണമെന്നല്ലേ പറയുന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിധി ചെയ്യാൻ നോക്കാണ് കേട്ടോ. ഇതിനിടയിൽ നീതും അതുപോലെ സീതയും ചന്ദ്രനും ഒരു ഓട്ടോ വിളിച്ച് ക്ഷേത്രത്തിലേക്ക് പോകുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അഖിൽ തൻ്റെ ഫ്രണ്ടിനോട് പറയുന്നുണ്ട് എടാ താങ്ക് യു എന്നൊക്കെ പറയാണ് കേട്ടോ. നീ ഞാനൊരു കാര്യം പറഞ്ഞപ്പോഴേക്കും കേട്ടല്ലോ, എൻ്റെ പെങ്ങളെ നീ കെട്ടാന്ന് പറഞ്ഞല്ലോ എന്നൊക്കെ പറയാണ്. അവൻ വരുമ്പോഴേക്കും എൻ്റെ പെങ്ങളുടെ കല്യാണം കഴിയണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തമ്മിലുള്ള സംസാരമൊക്കെയാണ് കാണുന്നത്. അപ്പോൾ ഫ്രണ്ട് പറയാണ് എടാ സ്ത്രീധനമൊക്കെ വേണം കേട്ടോ, ഫ്രണ്ടാന്ന് വെച്ചിട്ട് അതൊന്നും ഇല്ലാതിരിക്കരുത് കേട്ടോ എന്നൊക്കെ പറയാണ്. അപ്പോൾ അഖിൽ പറയാണ് നിനക്ക് എന്ത് വേണേലും ഞാൻ തരാം, നീ ഞാനിത് പറഞ്ഞപ്പോൾ വേഗം തന്നെ കേട്ടില്ലേന്ന് പറയാണ്. അപ്പോൾ തന്നെ പിന്നെ ഫ്രണ്ട് പറയാണ് എടാ ഞാൻ വെറുതെ പറഞ്ഞതാണ്, അതൊന്നും വേണ്ടടാ, നീതു അല്ലേ, നീതുവിനെ എനിക്കറിയാലോ, അത് മതിയല്ലോ എന്നൊക്കെ പറയാണ്. അങ്ങനെ അവരവിടെ നിൽക്കുന്നതാണ് കേട്ടോ കാണുന്നത്. നീതു ഇതൊന്നും അറിയാണ്ട് ഓട്ടോറിക്ഷയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്.